ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MLA, മധുരൈ സെൻട്രലിലെ MLA ആയ VMS മുസ്തഫയ്ക്ക് ജനങ്ങൾ തന്നെ പിൻവലിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒപ്പം TVK എന്ന് പറയുമ്പോൾ TVK VMS മുസ്തഫയെ കണ്ടിട്ടല്ല, അതായത് TVKയുടെ MLAമാരെയൊക്കെ തിരഞ്ഞെടുത്തത് ആ MLAമാരുടെ മുഖം കണ്ടിട്ടോ അവരുടെ പേരുകൾ കണ്ടിട്ടോ അല്ല, അതെല്ലാം തന്നെ വിജയ്ക്ക് കൊടുക്കുന്ന പിന്തുണയായിട്ടായിരുന്നു. പക്ഷേ വിജയ്ക്ക് പിന്തുണ കൊടുത്തതിന് ശേഷം ഈ VMS മുസ്തഫയെ പോലുള്ള ആൾക്കാർക്ക്, ആദവ് അർജുനെ പോലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നി ഒന്ന് ഉദയനിധി സ്റ്റാലിനെ പിന്തുണച്ചാലോ. ഏതഭിപ്രായത്തിൻ്റെ പേരിൽ? അവിടെ സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേറിയയെ പോലെ ഉന്മൂലനം ചെയ്യേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞ അതേ ഉദയനിധി സ്റ്റാലിൻ്റെ അതേ പ്രസ്താവനയ്ക്ക് അനുകൂലമായ രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് അവർ സന്നദ്ധമാകുന്നു, അതിനെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ട് അവർ സന്നദ്ധമാകുന്നു. ആ അഭിപ്രായങ്ങളുടെ പേരിൽ അവിടുത്തെ ജനത, അവിടുത്തെ ഹൈന്ദവ ജനത ഇവരുടെ പിന്തുണ പിൻവലിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം TVKയ്ക്ക് ഇത്ര വലിയ ഭൂരിപക്ഷം ലഭിച്ചത്? അത് വിജയെ കണ്ടുകൊണ്ട് മാത്രമല്ല, അവിടെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായി. അവിടെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ആർക്കെതിരെ ഉണ്ടായി? അത് DMKയ്ക്ക് എതിരെ ഉണ്ടായി. തിരുപ്പറംകുന്றம் വിഷയമടക്കമുള്ള നിരവധി പ്രശ്നങ്ങളിൽ DMKയുടെ നിലപാട് കാരണമാണ് TVKയെ ജനങ്ങൾ പിന്തുണച്ചത്. എന്നാൽ TVK അധികാരത്തിൽ വന്നതിന് ശേഷം ഈ VMS മുസ്തഫയെ പോലുള്ള ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉദയനിധി സ്റ്റാലിനെ പിന്തുണയ്ക്കാം. കാരണം ഞങ്ങളും അതേ രീതിയിൽ, അതേ പാത, ആരുടെ പാത? EV രാമസ്വാമി നായ്ക്കരുടെ പാത പിന്തുടർന്നാണല്ലോ വരുന്നത്, അതുകൊണ്ട് ഉദയനിധി സ്റ്റാലിനെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും VMS മുസ്തഫ അതിന് വേണ്ടിയിട്ടായിരിക്കില്ല. കാരണം VMS മുസ്തഫയുടെ പഴയ ചരിത്രം പരിശോധിച്ചാൽ തമിഴ്നാട് മുസ്ലിം ലീഗിൻ്റെ അമരക്കാരനായിരുന്നു, തുടക്കക്കാരനായിരുന്നു VMS മുസ്തഫ. അപ്പോൾ VMS മുസ്തഫയുടെ ഒരു രീതി ആ തരത്തിൽ പോകട്ടെ. ഇനി മറ്റൊരാളെ ഒന്ന് എടുത്താൽ അതാരായിരിക്കും? ആദവ് അർജുൻ ചെറിയ ആളല്ല. നമ്മുടെ ഇവിടുത്തെ സാന്റിയാഗോ മാർട്ടിൻ്റെ തൊട്ടടുത്ത ആളാണ് നമ്മുടെ ആദവ് അർജുൻ. അപ്പോൾ ഈ ആദവ് അർജുന് വളരെ കൃത്യമായ അജണ്ടയുണ്ട്, മതപരിവർത്തനത്തിൻ്റേതായ അജണ്ടയുണ്ട്. ഇതെല്ലാം തന്നെ മുന്നിൽ വച്ചുകൊണ്ടാണ് അവരൊക്കെയും പെരുമാറുന്നത്. എന്തായാലും വിജയ് അത്തരത്തിലല്ല എന്ന് തോന്നുന്നു. ഇനി അങ്ങനെ വല്ല അഭിനയവുമാണ് വിജയ് കാഴ്ചവെക്കുന്നതെന്നും അറിയില്ല. കാരണം വിജയ് ഈ അടുത്ത സമയത്തും പറഞ്ഞിരുന്നു, തിരുപ്പറംകുன்றത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ ചെല്ലും എന്ന് വിജയ് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിജയ് ഈ ആൾക്കാരുടെ ഒപ്പം കൂടിയിട്ട് അഭിനയം നടത്തുകയാണ്, അവിടുത്തെ ഹിന്ദുക്കളെ പറ്റിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനം തിരിഞ്ഞുകുത്തും. ഹിന്ദുക്കൾ പഞ്ചിങ് ബാഗല്ല. ഇത് വളരെ കൃത്യമായിട്ട് അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് അവരുടേതായ ആത്മാഭിമാനമുണ്ട്. ആ ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരെ വീണ്ടും പരീക്ഷിച്ചാൽ തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. അത് VMS മുസ്തഫയായാലും ആദവ് അർജുൻ പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദുയിസം എന്നാൽ ഹിന്ദുവാണ്, ഇവിടെ ഇനീക്വാലിറ്റി ആണെന്നാണ് ആദവ് അർജുൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എന്തായാലും അത്തരം പ്രസ്താവനകളുമായിട്ട് TVK പോയിക്കോളൂ. ഇനിയും ജനങ്ങളുടെ പ്രതിഷേധം, അതായത് ഇപ്പോൾ ഭൂരിപക്ഷം തികഞ്ഞിട്ടില്ല, ഭൂരിപക്ഷം തികയാതെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും കുറച്ച് MLAമാർ ഇവിടെ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും TVK മൂട്ടിൽ വീഴും എന്നുള്ള ഘട്ടത്തിലാണ്. അപ്പോൾ അതിന് ഇട കൊടുക്കാതെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നാവടക്കി വച്ചിരുന്നാൽ, കുറച്ച് നാളെങ്കിലും അഭിനയിച്ച് പിടിച്ചു നിന്നാൽ ഈ വർഷമെങ്കിലും എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാം. അടുത്ത തവണ എന്തായാലും പുറത്തേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വിജയ്ക്ക് ഈ പ്രഷറൊന്നും താങ്ങി അധിക നാൾ മുന്നോട്ട് പോകുവാൻ കഴിയില്ല. സിനിമയിൽ നല്ല സകല സൗകര്യങ്ങളോടുകൂടിയും ജീവിച്ച വിജയ് ഇപ്പോൾ നിയമസഭയിൽ ഇരിക്കുമ്പോൾ തന്നെ വളരെ മ്ലാന മുഖത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ആ മ്ലാന മുഖത്തിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവിടെ സിനിമാ താരത്തിന് വേണ്ട സൗകര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ശമ്പളം തന്നെ വളരെ കുറവാണ്. 2,80,000 വിജയുടെ ഒരു മാസത്തെ ശമ്പളം. അപ്പോൾ കണക്ക് കൂട്ടി വരുമ്പോൾ ഒരു വർഷം ഏകദേശം 34 ലക്ഷം വരും. എല്ലാം കൂടെ കൂട്ടി വന്നാൽ 5 വർഷത്തേക്ക് ഏകദേശം ഒരു 2 കോടി രൂപ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ ഈ 2 കോടി രൂപയൊക്കെ വെച്ചുകൊണ്ട് വിജയ് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? 100 കോടി ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ഒരു പ്രഷർ ഉണ്ടാകും, ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ വിജയ് ഇനി വന്നല്ലോ എന്ന് ആലോചിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. വിജയ് മനഃപൂർവ്വം അല്ല വന്നത്. വിജയുടെ അച്ഛൻ ചന്ദ്രശേഖറാണ് വിജയ് ഗ്രൂം ചെയ്തെടുത്തുകൊണ്ട് ഇരുന്നത്. അതായത് ആദ്യം സിനിമയിൽ വരാനും അദ്ദേഹം തന്നെയാണ് വിജയെ ഗ്രൂം ചെയ്തത്. ഒരു സംവിധായകനായതുകൊണ്ട് തന്നെ തൻ്റെ മകൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും ആദ്യഘട്ടങ്ങളിൽ വിജയ്ക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു, വലിയ വിമർശനമുണ്ടായിരുന്നു വിജയ്ക്ക് നേരെ. ഒരു സംവിധായകൻ്റെ മകനായാൽ എന്തും ചെയ്യാമെന്ന് വിചാരിക്കരുത്, അതെല്ലാം ജനം കാണുമെന്നും ധരിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് വിജയ് രക്ഷപ്പെട്ടു വന്നൊരു നല്ല നടനായി മാറി. നല്ല നടനെന്ന് പറയുമ്പോൾ അവിടെ സൂര്യയോ മറ്റാരെങ്കിലും അഭിനയിക്കുന്നത് പോലെയൊന്നുമല്ല, എങ്കിലും താരതമ്യേന ഫാൻസിനെ തൃപ്തിപ്പെടുത്തുവാൻ കണക്കിനുള്ള ഒരു നടനായി വിജയ് മാറിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയാലോ എന്ന് ആദ്യം ആലോചിക്കുന്നതും അച്ഛനാണ്. അങ്ങനെ നീണ്ട 16 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വിജയുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയ പാർട്ടി വീണ്ടും ഗ്രൂം ചെയ്ത് വിജയ് മുഖ്യമന്ത്രി പദം വരെ എത്തുന്നു. പക്ഷേ വിജയ്ക്ക് കാര്യമായൊരു സംതൃപ്തിയൊന്നുമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി, ജനങ്ങൾ വോട്ട് ചെയ്തു, വിജയിച്ചു. വിജയെ പിന്തുണച്ചതിൽ ഏറിയ പങ്കും അവിടുത്തെ ഹിന്ദുക്കളാണ്. വലിയ ഒരു സംസ്കാരം പേറുന്ന ഹിന്ദു ജനത വിജയെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ വോട്ട് നേടി അധികാരത്തിൽ കയറി വന്നപ്പോൾ PMS മുസ്തഫയെ പോലുള്ള, ആദവ് അർജുനെ പോലുള്ള ആൾക്കാർക്ക് ഹിന്ദുക്കൾ വളരെ മോശമാണ്. എന്തായാലും പണി ഉടനെ വരുന്നുണ്ട് അവറാച്ച എന്ന് പറയും പോലെയാണ് തോന്നുന്നത്. വിജയ്ക്ക് നേരെ വളരെ ശക്തമായൊരു ജനരോഷം ഉടനടെ തന്നെ ഉണ്ടാകും. അത് താങ്ങുവാനായിട്ട് TV-ക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.